അശ്വതി, ഭവ്യ, ഗുഡ് ഈവനിങ്. എന്തായാലും നിങ്ങൾ പറഞ്ഞ അതേ അവസ്ഥ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ തിരക്കായിരിക്കും ഇവിടെ. കാരണം അറിയാലോ, തിരുവനന്തപുരത്തിന്റെ നഗര ഹൃദയം എന്ന് പറയുന്നതാണല്ലോ ഈ തമ്പാനൂർ. ഇവിടെ എല്ലാവരും വന്ന് ഇറങ്ങണം. അതെ അതെ, അതാണ് അനുശ്രീ പറഞ്ഞു തന്നെയാണ് കാരണം. ദേ ഞങ്ങളുടെ പുറയിൽ കാണുന്നത് തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങളുടെ വലതു ഭാഗത്തായിട്ട് ബസ് ടെർമിനലും ഉണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള എല്ലാ ആളുകളും പൊങ്കാലയ്ക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് തമ്പാനൂർ തൊടാതെ പോകാറില്ല എന്നുള്ള ഇവിടെ വന്നിട്ടാണല്ലോ ഇറങ്ങുന്നത്. അപ്പൊ അതിന്റേതായ വലിയ തിരക്കാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയാലും ഇന്ന് ഇവിടെ ആ നിയന്ത്രണം പറ്റത്തില്ല. അനുസരിച്ച് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തിരക്കാണ്. ഇവിടെ റോഡ് ക്രോസ് ചെയ്യുക, ആളുകൾക്കിടയിലൂടെ വാഹനങ്ങൾക്ക് ഇടയിലൂടെ നടക്കുക എന്നൊക്കെ പറയുന്നത് അത്രത്തോളം റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നേരത്തെ സ്ഥലം പിടിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നാളെ പൊങ്കാല ഇടാനായി. എന്താണെന്ന് പറയട്ടെ, അതായത് സാധാരണ തിരുവനന്തപുരത്തെ ആൾക്കാരെക്കാൾ കൂടുതൽ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന സ്ഥലം തമ്പാനൂരാണ്. അതായത് ഇവിടെ പൊങ്കാല ഇടാൻ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും വടക്കുനിന്നൊക്കെ വരുന്ന ആളുകളാണ്. ട്രെയിനിലും ബസ്സിലും ഒക്കെ വന്നിറങ്ങി ഇവിടെ തന്നെ അടുപ്പ് പിടിച്ച് കലം സ്ഥലം കണ്ടുപിടിക്കുന്ന ആളുകൾ. അതെ, അങ്ങനത്തെ ആണ്. അപ്പം നമുക്കിതേ ചിലപ്പോ അനുശ്രീയുടെ നാട്ടില് കണ്ണൂർ ചേച്ചിമാരൊക്കെ ഇത്രയും നേരത്തെ വന്നിരിക്കുകയാണ്. ഒരുപാട് ദൂരെ നിന്ന് വന്നിട്ടുള്ളതാവും. അപ്പൊ ഇത്രയും നേരത്തെ ഇവിടെ വന്ന് സീറ്റ് പിടിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ഒന്ന് നേരം പുലരാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ രാത്രിയാണെങ്കിൽ പോലും ഈ റോഡ് സൈഡിൽ തന്നെ ഇരുന്ന് നേരം പുലർത്തുന്ന ആളുകളാണ് ഇവിടെ വരുന്ന കൂടുതൽ ആൾക്കാരും എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ഒരുപാട് ഇപ്പൊ തന്നെ കാണാം. കരുനാഗപ്പള്ളി എല്ലാ വർഷവും പൊങ്കാല ഇടാൻ ഇപ്പൊ 4 വർഷമായി. 4 വർഷമായി. ഇനി അതായത് എന്താ ആഗ്രഹം ഇത്തവണത്തെ? അപ്പൊ ഇപ്പൊ ഇവിടെ എങ്ങനെയാ വന്നേ? ബസ്സിലാണോ വന്ന് ഇറങ്ങി അത് ട്രെയിനിൽ വന്നല്ലേ? അപ്പൊ എല്ലാ തവണയും ട്രെയിനിൽ വന്ന് ഇവിടെ ഇറങ്ങി ഇവിടെ അവര് സീറ്റ് പിടിച്ച് അങ്ങ് പൊങ്കാല ഇടും. എല്ലാ തവണയും ഇവിടെ തന്നെ ഇടുന്നേ അല്ലേ? ഒറ്റയ്ക്കാണോ വന്നത്? മോളുമുണ്ട്. അപ്പം അങ്ങനെ പല പല ദേശത്തു നിന്ന് വന്ന ഒരുപാട് ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. മാത്രമല്ല തിരുവനന്തപുരത്തിന്റെ ഒരു ആതിഥേയത്വം വിളിച്ചോതുന്ന ഒരു കേന്ദ്രം കൂടിയായി മാറുന്നുണ്ട് ഈ സ്ഥലം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ സ്റ്റോള് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ്. തിരുവനന്തപുരംകാർ എത്രത്തോളം വരുന്ന ആളുകളെ മനോഹരമായി സ്വീകരിക്കും, അവർക്ക് വേണ്ട ഭക്ഷണം വിളമ്പും, വെള്ളം നൽകും എന്നുള്ളതൊക്കെ കാണിക്കുക കൂടിയാണ് നമ്മൾ ഈ ദൃശ്യത്തിലൂടെ. അതായത് എന്റെ പിറകിൽ കാണുന്നത് ഇത്തരത്തിൽ ഭക്ഷണം വിളമ്പുന്ന ഒരു ശാലയാണ്. ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം, നാളെ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഉച്ചയൂട് ഒക്കെ നൽകാറുണ്ട്. അതൊക്കെ ഇവിടെ നടത്തുന്നത് ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ തന്നെ ഉള്ള ഓട്ടോ ചേട്ടന്മാരും മറ്റ് തൊഴിലാളികളും കടയുടമകളും എല്ലാവരും. സാധാരണ നമ്മൾ മതം ജാതി എന്നൊക്കെ പറയില്ലേ, പക്ഷെ ഈ പൊങ്കാല എടുത്തപ്പോ ഇവിടെ അതൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. അതെ അതെ അതെ, അങ്ങനെ മതമോ ജാതിയോ ദേശമോ ഒന്നും നോക്കിയിട്ടല്ല തിരുവനന്തപുരംകാര് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സ്നേഹം വിളമ്പുന്നത്. അത് ഭക്ഷണത്തിലൂടെയാണ് വിളമ്പുന്നത്. ഒരു വെയിലാണ്, അറിയാലോ. ഓരോ വർഷവും കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്, ചൂട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതെ, ഈ ചൂട് കൂടുന്നതിന്റെ ഇടയ്ക്കാണെങ്കിൽ പോലും തിരക്കിന് എന്തെങ്കിലും കുറവുണ്ടോ? കഴിഞ്ഞ വർഷം എത്ര ആൾക്കാർ വന്നോ അതിൽ ഇരട്ടി ആൾക്കാരാണ് ഇത്തവണ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെയുള്ള വന്നു ചേർന്നിട്ടുള്ള ഭക്തജനങ്ങൾ തന്നെ പറയുന്നത്. കാരണം അതുപോലെ തിരക്കാണ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അവർക്കെല്ലാം വരുന്നതിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. ഒന്നെങ്കിൽ അവരുടെ ആഗ്രഹമുണ്ട്. അവരുടെ ആഗ്രഹം സഫലീകരിച്ചതിന്റെ നന്ദി പറയാൻ എത്തുന്ന ആളുകളുണ്ട്. അവരുടെ ഒരുപാട് മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അമ്മയോട് പറഞ്ഞ് ആ ഒരു പൊങ്കാല അർപ്പിച്ച് അത് ഇവിടെ ഇറക്കി വെക്കാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു സ്പോട്ടിലാണ് ഉള്ളത്. ഇവിടെ ഒരുപാട് ആളുകൾ ചോദിക്കാം. ചേച്ചി എവിടുത്താ വരുന്നത്? കോഴിക്കോട്. കോഴിക്കോടുന്ന് എല്ലാ വർഷവും വരാറുണ്ടോ? ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഉള്ളിലെന്താ വലിയ ആഗ്രഹം ഉണ്ടാവല്ലോ? അപ്പൊ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നോ ഇവിടെ വരണം, പൊങ്കാല ഇടണം എന്നുള്ളത്? ആയിരുന്നല്ലേ? എന്നിട്ട് ഒടുവിൽ ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. എങ്ങനെയാ, നിങ്ങളൊരു ഗ്യാങ് ആയിട്ടാണോ വന്നത്? 17 പേര്. 37 ആൾക്കാർ. അപ്പൊ ട്രെയിനിൽ ഇങ്ങ് വന്നു. അതെ. അപ്പൊ ഇനി നാളെ വെളുപ്പിന് വരെ ഈ ഇരിപ്പിരിക്കണം, ഇവിടെ പൊങ്കാല സീറ്റ് പിടിക്കണം. ചില്ലറ കളിയൊന്നും അല്ല. സ്ഥലമൊക്കെ കണ്ടുപിടിച്ചോ പൊങ്കാലിടണ്ടേ? ഓ, കണ്ടുപിടിച്ച്. ഇവിടെ തന്നെയാണ് ഇടുന്നത്. നല്ല ചൂടാണ്, ഭയങ്കര തിരക്കാണ്. ഇതൊക്കെ സഹിച്ച് എങ്ങനെ ഇരിക്കുന്നു?
മണിക്കൂറുകള് ആദ്യമായിട്ട് അനുഭവം അല്ലേ? അതെ, പൊങ്കാല ഇടുമ്പോ അതൊന്നും ഓർക്കില്ല അല്ലേ? അതൊക്കെ അങ്ങ് മറക്കുമല്ലേ? മറക്കും. എപ്പ എത്തി ഇവിടെ? എപ്പ വന്നിറങ്ങി? ഇന്നലെ രാത്രി 10 മണിക്ക്. ഇന്നലെ രാത്രി തൊട്ട് ഇവിടെ ഇരിക്കുകയാണോ? അപ്പോ അല്ല, അത് ഇവിടെ ഇങ്ങനെ ഒരു അവിടെ റൂം എടുത്തിട്ട് പൊങ്കാല എടുത്ത് ഇവിടെ തന്നെ. അപ്പൊ നിങ്ങളുടെ ഈ ഗ്യാങ്ങിലുള്ള 37 പേരാണോ ഇവിടെ ഈ നിരന്നിരിക്കുന്നേ? കുറച്ചു പേരൊക്കെ കൊല്ലത്തുനിന്നാണ് വന്നത്. ഈ ചേച്ചി കൊല്ലത്ത് എല്ലാ വർഷവും വരുന്ന ആളാണോ? എല്ലാ വർഷവും വരുന്നതാ. ഇപ്പൊ എത്ര വർഷമായി വരാൻ തുടങ്ങി? ഒരു 10 വർഷമായി. 10 വർഷമായി. അപ്പൊ ഈ ഓരോ വർഷം വരുമ്പോഴേ അതിന്റെ അനുഭവം നമുക്ക് കിട്ടും. അമ്മയുടെ അനുഗ്രഹം ഉണ്ട്. അതുകൊണ്ട് ഓരോ വർഷം ഓരോ ആഗ്രഹങ്ങളായിട്ടായിരിക്കില്ലേ വരുന്നത്? അതെല്ലാം സാധിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പൊങ്കാല ഇടാൻ വരുന്നത്. അതിനിപ്പോ മനസ്സിലൊരു ആഗ്രഹം വേണമെന്നില്ല പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. അതൊരു മനസ്സിന്റെ ഒരു സംതൃപ്തിയാണല്ലേ? നമ്മളെ ഒരുപാട് കാര്യങ്ങൾ, എന്റെ മക്കളെ കല്യാണമൊക്കെ കഴിക്കുക, എല്ലാം നല്ല കാര്യങ്ങളാണ്. അമ്മയുടെ മുമ്പിൽ നമ്മൾ കരഞ്ഞു പറയുമ്പോഴേ അതെല്ലാം സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും വരുന്നത്. വയ്യാന്നണെങ്കിൽ ഈ വർഷം വന്ന് പെട്ടെന്ന് തളർന്നു പോയായിരുന്നു. എന്നാലും ഈ വർഷം എനിക്ക് പൊങ്കാല ഇടാൻ സാധിക്കുമെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. കൂടെ ആരൊക്കെ വന്നിട്ടുണ്ട്? തന്നെ വന്നോളൂ. എത്ര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ സമയത്ത് ഒരു പ്രത്യേക എനർജി എത്തിക്കും. അതെ, അങ്ങനെയാണ് വിശ്വാസം. അങ്ങനെ വിശ്വാസം. അമ്മ അത് എല്ലാരെയും അനുഗ്രഹിക്കും എന്നുള്ളതാണ് ആ പൊങ്കാലയില്. അപ്പൊ ഇത്രയും വർഷമായിട്ട് തമ്പാനൂർ തന്നെയാണോ പൊങ്കാല? അതെ. 2 വർഷം അവിടെ പോയിട്ട് പിന്നെ നമുക്ക് പോകാനുള്ള ഒരു ഭയങ്കര തിരക്കല്ലേ? ട്രെയിനിന്റെ സമയം. അതുകൊണ്ടാണ് രാവിലെ മുതൽ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ രാവിലെ വന്നതാ. അമ്പലത്തിൽ പോയി തൊഴുതിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചു. അമ്പലത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ചു വന്നു. അതനുശ്രീ അങ്ങനെയാണ് ഒരു ആചാരം വിശ്വാസികളെ സംബന്ധിച്ച്. അതായത് ആദ്യം നമ്മൾ അമ്പലത്തിലെത്തി അമ്മയോട് പറയണം ഞാൻ പൊങ്കാല ഇടാൻ പോവാണ് എന്ന് പറയണം. അങ്ങനെ ഒരു അനുമതി വാങ്ങിയിട്ട് ആണ് എല്ലാവരും വന്നിട്ട് പൊങ്കാല ഇടുന്നത്. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ എത്തിയിരിക്കുന്ന ആളുകൾ അത് എത്രയോ ദൂരെ നിന്നായിക്കോട്ടെ, പക്ഷെ അവരെല്ലാം അമ്പലത്തിൽ വന്ന് അമ്മയോട് പറഞ്ഞതിന് ശേഷം മാത്രമേ പൊങ്കാല ഇടാനായിട്ട് പോവുകയുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു കണക്കെന്ന് പറയുന്നത്. ഇവിടെ കുറെ ചേച്ചിമാരിപ്പുണ്ട്. എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ടോ? ഇവിടെ ട്രെയിനാണ് വന്നേ. എങ്ങനെ വർഷമായി ഇടാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി ഇടാൻ തുടങ്ങിയിട്ട്? 15 വർഷം. 15 വർഷമായിട്ട് എപ്പോഴെങ്കിലും മുടങ്ങിയിട്ടുണ്ടോ? ഭർത്താവ് മരിച്ചപ്പോ. അല്ലാതെ മുടക്കാൻ പറ്റില്ല. ഇല്ല. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇവിടെ എത്തും. ഇപ്പൊ ഒരു വർഷത്തെ കാത്തിരിപ്പായിരുന്നല്ലേ? 25 വർഷം 30 വർഷമായിട്ട് 25 വർഷം കൊണ്ട് വരെയാണ് പൊങ്കാലയ്ക്ക്. അമ്മ നമുക്ക് അതിനൊരു വിളി തരും. എല്ലാ വർഷം പറയുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും അല്ലേ? ഇവിടെ കൊടി കയറുമ്പോ നമുക്ക് വരണമെന്നുള്ള വരണം. അപ്പോഴമ്മക്ക് ടെൻഷൻ പോലെയാ വരുന്നത്. ഇവിടെ പൊങ്കാലയ്ക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ടെൻഷൻ പോലെയാണ്. ടെൻഷനാണ്, മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല. ഈ പായൊക്കെ വിരിച്ചേക്കുന്ന നമ്മുടെ അടുത്തൂടെ അറിയും പോകുന്ന വാതൊക്കെ കൂടെ ആ വണ്ടിയിൽ ആളുകൾ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് വിഷമം വരും. നമുക്ക് പോവാൻ പറ്റിയില്ലല്ലോ എന്നോർത്തല്ലേ? അപ്പൊ ഇവിടെ പായൊക്കെ വിരിച്ചേക്കുന്നത് ഇവിടെ തന്നെയാണോ ഇന്ന് കിടന്നുറങ്ങുന്നേ? എപ്പോഴാ വന്നത്? രാവിലെ 8 മണിക്ക് വന്നു. ശരി ചേച്ചി, അപ്പൊ പൊങ്കാലയൊക്കെ അടിപൊളിയായിട്ട് ഇടുക കേട്ടോ. അപ്പൊ ഇതാണ് അനുശ്രീ, നേരത്തെ ഞാൻ പറഞ്ഞോളൂ, ഈ ചൂടിനെ ഒന്നും വകവെക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നോക്കൂ, ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ വന്ന് കാത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് പൊങ്കാലയുടെ സൈഡിലാണ് കിടക്കുന്നത്. എന്ത് കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും പൊങ്കാല ഇടണം. ആ ഒരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ തിരുവനന്തപുരത്തിന്റെ ഇന്നത്തെ വഴികളെല്ലാം ഒരേ ദിശയിലേക്കാണ്, ഒരൊറ്റ സ്ഥലത്തേക്കാണ്. ഇവിടെ എത്തുന്ന ആളുകൾക്ക് എല്ലാവർക്കും അതെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. നാളെ നടക്കാൻ പോകുന്ന ആ പൊങ്കാല മഹോത്സവത്തിൽ പങ്കുചേരണം. അത് വളരെ നല്ലൊരു അനുഭവമാക്കി മാറ്റണം എന്നുള്ളത്. ഉറങ്ങുന്നു എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ഈ 2 ദിവസം ഉറക്കം വിളച്ചിരുന്നാണ് ഇവര് ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അശ്വതിയും ഭവ്യയും അവിടെ കിഴക്കേക്കോട്ടയിലുണ്ട്. അപ്പൊ അശ്വതി, ഭവ്യ, ഇതൊക്കെയാണ്. ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് തമ്പാനൂരിൽ നിന്ന്. അതിലേക്ക് ഞങ്ങൾ എത്താം. അപ്പൊ ഞങ്ങൾ ഓരോ ആളുകളെയും കാഴ്ചകളും ഒക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പം കിഴക്കേക്കോട്ടയിൽ എങ്ങനെ എല്ലാവരും ഈ സാധനങ്ങൾ വാങ്ങാനൊക്കെയുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. ഒരു ഷോപ്പിംഗ് സെന്റർ കൂടിയാണല്ലോ അവിടെ.